അടുത്തിടെ രസകരമായ ഒരു സന്ദേശം ഞാൻ കണ്ടു. കടം വാങ്ങിയ പണം തിരികെ നൽകാൻ എനിക്ക് ആരോടെങ്കിലും ആവശ്യപ്പെടണമെങ്കിൽ എനിക്ക് ഒരു ന്യായമായ കാരണം ആവശ്യമാണ്. ഇതൊരു ഫോർവേഡ് സന്ദേശം മാത്രമാണെങ്കിലും ഇത് എന്നെ കുറച്ചുനേരം ചിന്തിപ്പിച്ചു, കാരണം ഇത് എനിക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എന്റെ ഒരു സുഹൃത്ത് ചില അടിയന്തര ആവശ്യങ്ങൾക്കായി എന്നിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. അവൻ എനിക്ക് വാക്ക് തന്നു, അടുത്ത മാസം 28-ന് ശമ്പളം കിട്ടുമ്പോൾ പണം തിരികെ നൽകുമെന്ന്. മുഴുവൻ പണവും തിരികെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും പകുതിയെങ്കിലും അയാൾ തിരികെ നൽകും. ബാക്കി പകുതി അടുത്ത മാസം. ഇത് അദ്ദേഹത്തിന് വളരെ നിർണായകമായ സാഹചര്യമായിരുന്നു. കുറച്ച് പണം നാട്ടിലേക്ക് അയക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത 2 മാസത്തിനുള്ളിൽ അത് തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കുറച്ച് പണം അദ്ദേഹത്തിന് കൈമാറി. അടുത്ത മാസം 28-ന് വന്നുപോയി. പക്ഷേ പണത്തെക്കുറിച്ച് അവനിൽ നിന്ന് ഒരു അപ്ഡേറ്റും ഇല്ല. അതിനാൽ ഞാൻ അവനെ വിളിച്ചു. തുടക്കത്തിൽ അദ്ദേഹം പണത്തെക്കുറിച്ച് ഒന്നും പറയാതെ എന്നോട് സംസാരിച്ചു. കടം വാങ്ങിയ പണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മകന് വിദേശത്ത് ജോലി കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം നിസ്സാരമായി പറഞ്ഞു. അവന്റെ വിസയ്ക്കും വിമാന ടിക്കറ്റിനും ഞാൻ പണം നൽകിയില്ലെങ്കിൽ അവന്റെ ജോലിയും മികച്ച തൊഴിൽ അവസരവും നഷ്ടപ്പെട്ടേക്കാം. ദയവായി എനിക്ക് 1 മാസം കൂടി തരൂ. 1 മാസം കൂടി കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും എനിക്കില്ലായിരുന്നു. അടുത്ത മാസം വന്നു. അവനിൽ നിന്ന് അപ്ഡേറ്റോ കോളോ ഇല്ല. അതിനാൽ ഞാൻ അവനെ വിളിക്കാൻ തീരുമാനിച്ചു. ഞാൻ അവനെ വിളിച്ചപ്പോൾ മകളുടെ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ദയവായി എനിക്ക് അവസാനമായി ഒരു അവസരം തരൂ. അല്പം ദേഷ്യം വന്നാലും ഒരു പാവം പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനാണെന്ന് കരുതി 1 മാസം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചു. അടുത്ത മാസം ഞാൻ അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഒരു ചിട്ടിയിൽ ചേർന്നു. അടുത്ത മാസം ചിട്ടിയിൽ നിന്ന് കുറച്ച് പണം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പണം മുഴുവൻ ഞാൻ തിരിച്ചടയ്ക്കും. ഇത്തരത്തിലുള്ള മുടന്തൻ ഒഴികഴിവ് എല്ലാ മാസവും നടന്നു. എന്നാൽ പിന്നീട് ഞാൻ ഒരു കാര്യം കണ്ടെത്തി. കടം വീട്ടാതെ ഭാര്യയോടൊപ്പം ബഹ്റൈനിൽ പര്യടനം നടത്തുകയാണ്. ഈ വാർത്ത എന്നെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. എന്റെ പണം തിരികെ നൽകാതിരിക്കാൻ എല്ലാ മാസവും അയാൾക്ക് ഒരു ഒഴികഴിവുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ടൂർ നടത്താനുള്ള പണമുണ്ട്. വിസയ്ക്കും വിമാന ടിക്കറ്റിനും അടയ്ക്കാനുള്ള പണമുണ്ട്. എന്റെ പണം മാത്രം അവന് തിരിച്ചടക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഒരിക്കലും പണം കടം കൊടുക്കരുത്. ആർക്കെങ്കിലും തീർത്തും ആവശ്യമുണ്ടെങ്കിൽ അവനെ അടുത്തുള്ള ഫിനാൻസ് കമ്പനിയിലേക്കോ ലോൺ നൽകുന്ന ബാങ്കിലേക്കോ നയിക്കുക. തീർച്ചയായും അവർ അവനിൽ നിന്ന് ഒരു ചെറിയ പലിശ ഈടാക്കും. പക്ഷേ അത് തിരികെ നൽകാൻ അവൻ താൽപ്പര്യപ്പെടും. നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പണം കടം നൽകിയിട്ടുണ്ടെങ്കിൽ പലിശ ഈടാക്കാതെ നിങ്ങൾ അവനെ സഹായിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരോട് ആവശ്യപ്പെടാതെ അത് തിരികെ നൽകേണ്ടതില്ലെന്ന് അവർ അത് നിസ്സാരമായി കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക.